തേജസ് ന്യൂസിൻ്റെ എഡിറ്റേഴ്സ് വോയിസിലേക്ക് സ്വാഗതം. 68 പേർ കൊല്ലപ്പെട്ട 2007 ഫെബ്രുവരി 18 സംജോത എക്സ്പ്രസ് സ്ഫോടനക്കേസിൽ മുഖ്യപ്രതിയായ അസീമാനന്ദ ഉൾപ്പെടെ 4 പേരെ പ്രത്യേക NIA കോടതി വെറുതെ വിട്ടിരിക്കുന്നു. വേണ്ടത്ര തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതികളെ കുറ്റവിമുക്തരാക്കിയത്. 3 പേർ ഇപ്പോഴും പിടികിട്ടാപ്പുള്ളികളാണ്. സംജോത എക്സ്പ്രസ് സ്ഫോടനക്കേസിലടക്കം മറ്റു ഭീകരപ്രവർത്തന കേസുകളിലും മുഖ്യ സൂത്രധാരനായ സുനിൽ ജോഷി എന്ന RSS നേതാവ് 2007 ഡിസംബറിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഹിന്ദുത്വർ തന്നെ സുനിൽ ജോഷിയെ വകവരുത്തിയതാണെന്ന ബലമായ സംശയം അന്നേ ഉയർന്നിരുന്നു. ഹീനമായ ഒരു ഭീകരവൃത്തിയിൽ ഏർപ്പെട്ടവരെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധി നിർഭാഗ്യകരമാണെങ്കിലും അതൊട്ടും ആശ്ചര്യജനകമോ അപ്രതീക്ഷിതമോ അല്ല. കാരണം അസീമാനന്ദയെയും കൂട്ടുപ്രതികളെയും കുറ്റവിമുക്തരാക്കുന്ന 3ാമത്തെ കേസാണിത്. 2007 മെയ്യിൽ 9 പേർ കൊല്ലപ്പെട്ട മക്ക മസ്ജിദ് സ്ഫോടന കേസിലും അതേ വർഷം ഒക്ടോബറിൽ 3 പേർ കൊല്ലപ്പെട്ട അജ്മീർ സ്ഫോടന കേസിലും അസീമാനന്ദയെയും കൂട്ടുപ്രതികളായ ഹിന്ദുത്വ ഭീകരരെയും വെറുതെ വിട്ടിരുന്നു. 2010 ഡിസംബറിൽ ഡൽഹി തീസ് ഹസാരി കോടതിയിൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് മുമ്പാകെ CRPC 164 പ്രകാരം അസീമാനന്ദൻ നൽകിയ കുറ്റസമ്മത മൊഴി നിലവിലിരിക്കെയാണ് പ്രതികൾ നിഷ്പ്രയാസം ഊരിപ്പോരുന്നത്. നരേന്ദ്രമോദി അധികാരത്തിലേറിയ ശേഷം ഹിന്ദുത്വ ഭീകരർ പ്രതികളായ കേസുകളിൽ NIA പുലർത്തുന്ന മുസ്ലിം വിരുദ്ധവും ഹിന്ദുത്വാനുകൂലവുമായ നിലപാടാണ് ഈ അവസ്ഥയ്ക്കു കാരണം. ഇത്തരം കേസുകളിൽ പ്രത്യേകിച്ച് മലേഗാവ് കേസിൽ പ്രതികൾക്ക് അനുകൂലമായ നിലപാടെടുക്കണമെന്ന് സർക്കാരിൻ്റെ താൽപ്പര്യപ്രകാരം NIA ഉദ്യോഗസ്ഥർ തന്നോട് ആവശ്യപ്പെട്ടിരുന്നതായി പബ്ലിക് പ്രോസിക്യൂട്ടർ രോഹിണി സാല്യൻ ഒരു പത്രത്തോട് വെളിപ്പെടുത്തിയിരുന്നു. ആവശ്യം നിരസിച്ചതിനെ തുടർന്ന് രോഹിണി സാല്യനെ മഹാരാഷ്ട്ര സർക്കാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പദവിയിൽ നിന്ന് നീക്കുകയായിരുന്നു. പാകിസ്ഥാൻ പൗരന്മാരും ഇന്ത്യക്കാരും കൊല്ലപ്പെട്ട സംഭവമാണ് സംജോത സ്ഫോടനം. പാകിസ്ഥാനിൽ നിന്നുള്ള സാക്ഷികളെ വിസ്തരിക്കാതെയാണ് വിചാരണ പ്രഹസനത്തിനൊടുവിൽ NIA കോടതി കുറ്റവാളികളെ വിട്ടയച്ചത്. ഇത് നീതിയെ പരിഹസിക്കലാണ്. നീതിന്യായ വ്യവസ്ഥയിലും രാജ്യത്തെ അന്വേഷണ ഏജൻസികളിലുമുള്ള വിശ്വാസ്യതയെ തകർക്കുന്നതിന് സഹായകമാവുന്ന നടപടിയാണിത്. നിരവധി വ്യാജ കേസുകളിൽ കുടുക്കി ഒട്ടനവധി മുസ്ലിം യുവാക്കളെ 14ഉം 20ഉം കൊല്ലം ജയിലിൽ തള്ളി അവരുടെ യുവത്വം കശക്കിയെറിയുന്ന രാജ്യത്താണ് വിചാരണ തീരാറായ കേസുകളിൽ കുറ്റം തെളിയിക്കാൻ സാധ്യമല്ല എന്നുറപ്പുള്ളതിനാൽ ജയിൽ ചാട്ടമെന്നും ഏറ്റുമുട്ടലെന്നും പറഞ്ഞ് വെടിവെച്ച് കൊല്ലുന്ന രാജ്യത്താണ് ഇത്തരം അതിക്രമങ്ങളെന്ന് നാം ഓർക്കണം. മലേഗാവ് സ്ഫോടന കേസിൽ ആദ്യം പ്രതികളായി ചേർത്തത് മുസ്ലിങ്ങളെയായിരുന്നു. എന്നാൽ ഹേമന്ത് കർക്കരെ എന്ന സത്യസന്ധനായ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഇടപെടലുകളാണ് ഹിന്ദുത്വ ഭീകരരിലേക്ക് അന്വേഷണം ചെന്നെത്തിയതിനു കാരണം. 2008 മുംബൈ ഭീകരാക്രമണത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ കർക്കരെ കൊല്ലപ്പെടുകയും ചെയ്തു. ഗുജറാത്ത് വംശഹത്യയിലെ പ്രതികളും മറ്റു പല കേസുകളിലും പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ഇന്നത്തെ ഭരണാധികാരികളും കുറ്റവാളി പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ പവിത്രമായ നീതിന്യായ വ്യവസ്ഥയെ നോക്കി ലോകം പരിഹസിക്കുമെന്നതിൽ സംശയമില്ല.